റേഷൻ ടോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ സിയാദ് കോക്കറിനെ പോലുള്ള ആൾക്കാർ പങ്കെടുത്ത മീറ്റിംഗിൽ അതുപോലെ ലിസ്റ്റ് സ്റ്റീവനൊക്കെ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് സുരേഷ് കുമാറിന്റെയും മറ്റും അവകാശവാദം എന്ന് പറയുന്നത്. ലിസ്റ്റ് സ്റ്റീവനും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു കാണും. അതുപോലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് നിർമ്മാതാക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള മീറ്റിംഗിനകത്ത് ഉണ്ടായിരുന്നു. അവരതിനകത്ത് പ്രധാനമായിട്ടും അതിനകത്ത് പറഞ്ഞത് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ വാങ്ങിക്കുന്ന അമിതമായിട്ടുള്ള വേതനം, അതായത് വളരെ ഉയർന്ന രീതിയിലുള്ള വേതനം മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ അത്തരത്തിലുള്ള ഒരു മീറ്റിംഗിൽ പറഞ്ഞത്. അതുകൊണ്ട് ഈ രീതി പോയാൽ ശരിയാവില്ല, ഇതിനകത്തൊരു മാറ്റം വേണം. അതുപോലെ ഒരു സിനിമാ സംബന്ധമായിട്ടൊരു പണിമുടക്കിനെയൊക്കെ കുറിച്ച് അവർ പറഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിനെതിരെ പ്രതികരിച്ചത് ആന്റണി പെരുമ്പാവൂരാണ്. അതായത് പ്രശസ്ത നിർമ്മാതാവും ലാലേട്ടന്റെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജറെന്നോ അല്ലെങ്കിൽ മുൻ ഡ്രൈവറെന്നോ ഒക്കെ നമുക്ക് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു ബിസിനസ്സുകാരൻ. അപ്പൊ ഒരു നിർമ്മാതാവായിട്ടുള്ള അദ്ദേഹമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ സുരേഷ് കുമാറിനെതിരെ, അതിന് കാരണം മറ്റൊന്നുമല്ല, സുരേഷ് കുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമ പോലും 100 കോടി കളക്ട് ചെയ്തില്ല എന്ന് സുരേഷ് കുമാർ പറയുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ലാലേട്ടന്റെ ചിത്രങ്ങളെ കുറിച്ച്, കാര്യം ട്രാക്കിംഗ് കളക്ഷൻ ഒക്കെ സ്റ്റാക്ക് മിൽക്ക് പോലുള്ള അംഗീകൃതം ഞാൻ ഉദ്ദേശിച്ച ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് ലാലേട്ടന്റെ ചില സിനിമകൾ 100 കോടി ക്ലബിൽ എത്തിയതായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കളക്ഷനിലേക്കാണ് ലാലേട്ടനെയാണ് പരോക്ഷമായിട്ട് സുരേഷ് കുമാർ ഉന്നം വെക്കുന്നത് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും നടന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആന്റണി പെരുമ്പാവൂരിന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ സുരേഷ് കുമാറിനെതിരായിട്ട് പ്രതികരിക്കേണ്ടെന്ന് ആവശ്യം വന്നു. പിന്നീട് മറ്റു ചില വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറഞ്ഞ കണക്ക് പുലിമുരുകന്റെ നിർമ്മാതാവിനെ വരെ കൊണ്ടുവന്ന് പറയിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുലിമുരുകന്റെ നിർമ്മാതാവിന് വരെ വന്നിട്ട് 100 കോടി ബിസിനസ് കളക്ഷൻ നേടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് സുരേഷ് കുമാറിനെതിരായിട്ട് ഇടുന്നത്, അതിട്ട ഉടനെ പൃഥ്വിരാജിനെ പോലുള്ള ഇപ്പൊ ലാലേട്ടനുമായിട്ടും ആന്റണി പെരുമ്പാവൂരും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് എല്ലാം ഓക്കെ അല്ലേ എണ്ണാന്നും ചോദിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിനൊരു പിന്തുണ പ്രഖ്യാപിച്ചു. അത് കേട്ടപ്പോഴത്തേക്ക് ആന്റണി പെരുമ്പാവൂരിന് കുറെ കൂടെ സന്തോഷമായി. പൃഥ്വിരാജിനെ പോലുള്ള ഒരു നടന്റെ പിന്തുണയാണ്. ലാലേട്ടൻ പിന്നീട് ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. അപ്പൊ പിന്നെ ആന്റണി പെരുമ്പാവൂരിന് ഇരട്ടി സന്തോഷമായി. പിന്നീട് ഉണ്ണിമൂന്നിനെ പോലുള്ള ആള്, അജു വർഗീസിനെ പോലുള്ള ആൾക്കാരെല്ലാം ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അത്തരത്തിലുള്ള പിന്നെ ജയൻ ചേർത്തനെ പോലുള്ള ആൾക്കാർ മാധ്യമങ്ങളിൽ വന്നിട്ട് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനെതിരായിട്ട് പരോക്ഷമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ആന്റണി പെരുമ്പാവൂർ സ്വാഭാവികമായിട്ടും അദ്ദേഹവും ലാലേട്ടനും ഒക്കെ കരുതിയത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഫിയോക്കിന്റെ ഫിയോക്ക് ഉണ്ടായ ഒരു സാഹചര്യം, നിലവിലുണ്ടായിരുന്ന ഒരു സംഘടന, തിയേറ്റേഴ്സിന്റെ സംഘടന പൊളിച്ചിട്ട് ഫിയോക്ക് നിലവിൽ വന്ന കണക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പ്രൊഡ്യൂസർ അസോസിയേഷനെ പിളർത്തിക്കളയാം, ലാലേട്ടനെ വെച്ചും അല്ലെങ്കിൽ പൃഥ്വിരാജിനെ വെച്ചിട്ടും പിന്നെ മറ്റു താരങ്ങളെ വെച്ചിട്ടും ക്രമേണ പ്രൊഡ്യൂസർ അസോസിയേഷൻ അതൊരു വിള്ളലുണ്ടാവുമെന്നും ആ അസോസിയേഷനെ രണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആന്റണി ഒരു കാര്യം തെറ്റിപ്പോയി ആന്റണിക്ക്. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന തിയേറ്റേഴ്സിന്റെ സംഘടനയെ പൊളിച്ച് ഫിയോക്ക് നിലവിൽ വന്നപ്പം അതിന്റെ പിന്നിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടായിരുന്നെന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. കാര്യം ദിലീപിന്റെ ഒരു ബുദ്ധിയായിരുന്നു അത്തരത്തിലുള്ള ഒരു ഫിയോക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു പിറവി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ദിലീപിനെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ ആജീവനാന്ത ചെയർമാനായിട്ടും അന്ന് ദിലീപിന്റെ കൂടെ നിന്നിരുന്ന ആന്റണി പെരുമ്പാവൂരിനെ അതേ സംഘടനയുടെ ഫിയോക്കിന്റെ തന്നെ ആജീവനാന്ത വൈസ് ചെയർമാനായിട്ടും, അതായത് പെട്ടെന്ന് ഒരാൾക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിലാണ് അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തിയിട്ട് ഫിയോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് ദിലീപിനെ പോലുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് ദിലീപിനെ പോലുള്ള ഒരാൾ ഇവരോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഉള്ളവരാരും പരസ്യമായിട്ട്, അതായത് പ്രമുഖരായിട്ടുള്ളവരൊന്നും പരസ്യമായിട്ട് പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടനയെ പൊളിക്കാനോ മുന്നോട്ട് വരാത്ത ആൾക്കാരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആന്റണി പെരുമ്പാവൂരിന് അടിതെറ്റി. കാര്യം ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂർ നോക്കുമ്പോൾ സുരേഷ് കുമാറിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുകയും അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഫിലിം ചേംബർ വരെ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിക്കൊണ്ട് സുരേഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. കാര്യം അതോടുകൂടി പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒറ്റക്കെട്ടായി. അതിനകത്ത് ഈ പറഞ്ഞ പൃഥ്വിരാജുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ലിസ്റ്റ് സ്റ്റീഫനെ പോലുള്ള ആൾക്കാരും ഇപ്പൊ മമ്മൂക്കയായിട്ടും ലാലേട്ടനും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പല നിർമ്മാതാക്കളും ഈ പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനകത്ത് സുരേഷ് കുമാറിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് കണ്ടു. പിന്നീട് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും കൂടിയ സിയാദ് കോക്കറൊക്കെ പങ്കെടുത്ത മീറ്റിംഗിനകത്ത് ഒരു ശക്തമായിട്ടുള്ള താക്കീത് ആന്റണി പെരുമ്പാവൂരിന് കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോയി. കാര്യം ഇല്ലെങ്കിൽ ആന്റണി ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ കൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചപ്പോൾ ലാലേട്ടന്റെ ആളാണ് ആന്റണി പെരുമ്പാവൂർ, പിന്നെ നടന്മാരുടെ അമ്മ സംഘടനയുടെ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. അപ്പൊ ആന്റണി അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആരും ചിന്തിച്ചില്ല ഇത്ര പെട്ടെന്ന്. പക്ഷേ
ആന്റണി പിന്നെ അതിനൊന്നും കാത്തു നിന്നില്ല. കാര്യം ഇനി ആന്റണി ആ സംഘടനയിൽ നിന്ന് എടുത്ത് പുറത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആന്റണിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും വരുത്തില്ല എന്നുള്ള കാര്യം ആന്റണിക്ക് മനസ്സിലായി. ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ആ ലാലേട്ടനെ ആന്റണിയെ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ. കാര്യം ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരിനും എതിരായിട്ടാണ്. പിന്നെ അവരുടെ ഒരു സിനിമയുടെ ഒരു റിലീസ് ഇരിക്കുന്നു എന്ന് പറയുന്നത് 27-ാം തീയതി എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ ഇത്ര കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ടും അത് അവരെ തന്നെ ബാധിക്കും. കാര്യം സുരേഷ് കുമാറിന്റെ വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആന്റണി ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതായിട്ടാണ് വാർത്തകൾ. കാര്യം ആന്റണിയുടെ പേജിൽ കുറെ മുമ്പ് നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇല്ല. ലാലേട്ടനെ പോലുള്ള ഒരു ഷെയർ ചെയ്ത് അവിടെ തന്നെയും ഈ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ലഭ്യമല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കണ്ടന്റ് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ലാലേട്ടന്റെ പേജിലും കിടക്കുന്നത്. അപ്പൊ ഈ ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ച ആളും കൂടെ നിന്ന ആൾക്കാരും എല്ലാം അവസാനം ആന്റണി പെരുമ്പാവൂരിനെ കളഞ്ഞിട്ട് പോയപ്പം ആന്റണി പെരുമ്പാവൂരിന് തല കുനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഡിലീറ്റ് ചെയ്തിട്ട് ഓടേണ്ടുന്ന സാഹചര്യമാണ് സുരേഷ് കുമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള ആൾക്കാർ അവിടെ ഇവിടെ നിൽക്കുന്ന 1-2 നടന്മാരുടെ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടാവും, ലാലേട്ടനെ പോലുള്ള ഒരു ഒപ്പം ഉണ്ടാവും എന്ന് കരുതി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ഇറങ്ങുമ്പം ഇനി കൂടുതൽ നാണം കെടാനുള്ള അവസരം ഉണ്ടാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള നാണം കെടാനുള്ള ഒരു അവസരത്തിലേക്ക് പോയി ചാടാതിരിക്കുക. മിനിമം കൂടെ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആരുടെയെങ്കിലും ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്ത് ആരെങ്കിലും ഒക്കെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക.